ഡയമെൻഷൻസ് ഓഫ് ദി അഡൽട്ട് ഐബോൾ. അതിൽ നമ്മൾ ഏറ്റവും നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആൻറ്റീരിയർ പോസ്റ്റീരിയർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 24 mm ആണ്. വെർട്ടിക്കൽ ഡയമീറ്റർ 23 mm, ഹൊറിസോണ്ടൽ ഡയമീറ്റർ 23.5 mm, സർക്കംഫറൻസ് 75 mm, വോളിയം 6.5 cc, വെയിറ്റ് വന്നിട്ട് 7 gram ആണ്. ഇനി ഐബോളിൻ്റെ സെഗ്മെൻറ്റ്സും ചേമ്പേഴ്സ് ഓഫ് ദി ഐബോൾ നമ്മൾ നോക്കണം. 2 സെഗ്മെൻറ്റ്സ് ആണ് ഐബോളിന് പറഞ്ഞാൽ, ഒന്ന് ആൻറ്റീരിയർ സെഗ്മെൻറ്റ് ആൻഡ് അടുത്തതെന്ന് പറയുന്നത് പോസ്റ്റീരിയർ സെഗ്മെൻറ്റ്. രണ്ടായിട്ടാണ് നമ്മൾ ഐബോളിനെ തിരിച്ചിട്ടുള്ളത്. ആൻറ്റീരിയർ സെഗ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്റ്റലൈൻ ലെൻസിന് ആൻറ്റീരിയർ ആയിട്ട് വരുന്ന സ്ട്രക്ചേഴ്സാണ്. അതിൽ ഐറിസ്, കോർണിയ, 2 അക്യൂസ് ഫീൽഡ് സ്പേസസ് ആയിട്ടുള്ള നമ്മുടെ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ചേമ്പർ. ഇത്രയാണ് ആൻറ്റീരിയർ സെഗ്മെൻറ്റിൽ വരുന്നത്. ആൻറ്റീരിയർ സെഗ്മെൻറ്റിൽ വരുന്ന 2 മെയിൻ നമ്മൾ നോക്കേണ്ട പോയിൻറ്റ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ആൻറ്റീരിയർ ചേമ്പറിൻ്റെ വോളിയൂം ഓഫ് അക്യൂസ് ഹ്യൂമർ എത്ര വരുന്നത് എന്നുള്ളത്, അത് 0.25 ml ആണ്. പോസ്റ്റീരിയർ ചേമ്പറിൽ വരുന്ന വോളിയം എന്ന് പറയുന്നത് 0.06 ml. നമ്മൾ നോട്ട് ചെയ്യണം കേട്ടോ. ഇനി ആംഗിൾ ഓഫ് ആൻറ്റീരിയർ ചേമ്പറിൽ ആരൊക്കെ വരുന്നുണ്ടെന്ന് വെച്ചാൽ, ഷ്വാൽബീസ് ലൈൻ വരുന്നുണ്ട്, ട്രബിക്കുലർ മെഷ് വർക്ക് വരുന്നുണ്ട്, സ്ക്ലെറൽ സ്പർ, ബാൻഡ് ഓഫ് സീലിയറി ബോഡി ആൻഡ് റൂട്ട് ഓഫ് ഐറിസ്. ഇത്രയാണ് വരുന്നത് കേട്ടോ. ഇനി നമ്മൾ വരുന്നത് പോസ്റ്റീരിയർ സെഗ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ലെൻസിൻ്റെ ബാക്കിലോട്ട് വരുന്ന സ്ട്രക്ചേഴ്സ് തന്നെയാണ് നമ്മൾ പോസ്റ്റീരിയർ സെഗ്മെൻറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അതിൽ വിട്രസ് ഹ്യൂമർ വരും, റെറ്റിന, ഒപ്റ്റിക് ഡിസ്ക്, കോറോയിഡ്, പാസ് പ്ലാന, പാർട്ട് ഓഫ് ദി സീലിയറി ബോഡി. ഇത്രയാണ് വരുന്നത്.